മുംബൈയിൽ കാണാതാവുന്ന കുട്ടികൾ വിധിയുടെ ഭാഗമാണെന്ന് അവർ പറയും. ഇടവഴികളിലോ ഇല്ലെങ്കിൽ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത പൊതുസ്ഥലങ്ങളിലോ അയാൾ കുട്ടികൾക്ക് വേണ്ടി കാത്തു നിൽക്കും. അവരെ ശല്യം ചെയ്യാനോ ഇല്ലെങ്കിൽ പിന്തുടരാനോ ഒന്നും നിൽക്കാതെ അവരോട് ഒരേ ഒരു ചോദ്യം ചോദിക്കും. അവരയാളെ വിളിച്ചിരുന്നത് പപ്പറ്റ് മാസ്റ്റർ എന്നായിരുന്നു. 2000-കളിലെ ഒരു വേനൽക്കാലം ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമായിട്ട് മുംബൈ മാറിയ കാലഘട്ടം. അവിടെയുള്ള നല്ലൊരു ശതമാനം ആൾക്കാരും താമസിക്കുന്നത് ചേരികളിലായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ചെറിയ ചെറിയ വീടുകളും അന്നത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരും. അങ്ങനെയുള്ള ഒരു വീട്ടിലെ 8ാമത്തെ കുട്ടിയായിട്ടാണ് ആരവ് ജനിക്കുന്നത്. ഒരു ദിവസത്തിന്റെ നല്ലൊരു പങ്കും അവൻ ചിലവഴിച്ചിരുന്നത് കൂട്ടുകാരോടൊപ്പമായിരുന്നു. അവരോടൊപ്പം പുറത്ത് കളിക്കാൻ പോയി ചെറിയ ചെറിയ തമാശകൾ കാണിച്ചും അവൻ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ ഹൈവേക്ക് താഴെയുള്ള ചെറിയൊരു ഗ്രൗണ്ടില് ക്രിക്കറ്റ് കളിക്കാനായി അവൻ കൂട്ടുകാരോടൊപ്പം പോയി. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ തട്ടിയിട്ട പന്ത് അപ്പുറത്തെ ചെറിയൊരു കുറ്റിക്കാട്ടിലേക്ക് വീണപ്പോ ഞാനത് എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അവൻ ആ പന്തിന്റെ പുറകെ പോയി. അപ്പൊ അവൻ അറിയില്ലായിരുന്നു അവൻ ജീവിതത്തിൽ എടുക്കാൻ പോകുന്ന അവസാനത്തെ തീരുമാനം അതായിരിക്കുമെന്ന്. ആരവ് തിരിച്ചു വരേണ്ട സമയമായിട്ടും കാണാത്തതുകൊണ്ട് അവന്റെ കൂട്ടുകാര് അവനെ ഉറച്ചു വിളിച്ചുകൊണ്ട് അവർക്കറിയാവുന്ന സ്ഥലങ്ങളെല്ലാം അന്വേഷിച്ചു. ആദ്യമൊക്കെ അവര് വിചാരിച്ചത് ആരവ് അവരെ പറ്റിക്കുകയാണെന്ന്. പക്ഷെ ഇരുട്ട് വീഴാൻ തുടങ്ങിയപ്പോ കുട്ടികളെല്ലാം പേടിക്കാൻ തുടങ്ങി. അവരവരുടെ വീട്ടിലേക്ക് ഓടി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ആരവിന്റെ വീട്ടുകാരും പിന്നെ കുറച്ച് നാട്ടുകാരും കൂടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു, ആരവിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ പോലീസുകാർ ആ കംപ്ലൈന്റ് അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. കാരണം അവിടെ കുട്ടികൾ ഇങ്ങനെ ഓടിപ്പോകുന്നതും 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നതും ഒക്കെ പതിവായിരുന്നു. അതുകൊണ്ട് അവരത് വലിയൊരു സംഭവമാക്കി എടുക്കാനൊന്നും നിന്നില്ല. ആരവിനെ പതിയെ എല്ലാവരും മറന്നു തുടങ്ങി, അവന്റെ അമ്മയൊഴിച്ച്. അവർക്ക് അവനെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും തിരികെ കൂട്ടിക്കൊണ്ടു വരണമെന്നും ഒക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആരവിന്റെ 9 സഹോദരങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവൻ ആ അമ്മയുടെ തലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തി ആരവിനെ പോയി അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് അവർക്കൊരിക്കലും സാധിക്കുന്ന കാര്യമായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമായി. ആരവിന്റെ അമ്മ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനായി മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ കണ്ടവൾ നിന്നു. അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഒന്നുകൂടി സൂക്ഷിച്ച് അവൾ അങ്ങോട്ടേക്ക് തന്നെ നോക്കി. ഒരു വലിയ മതിൽ, അതിൽ ചാരിയിരിക്കുന്ന ഒരു കുട്ടി. അത് ആരവായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അങ്ങോട്ടേക്ക് ഓടി തന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. പക്ഷെ എന്തൊക്കെയോ വ്യത്യാസമുള്ളതുപോലെ. അവന്റെ ശരീരം മുൻപത്തെ പോലെയല്ല. അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൾ പിന്നെയും ഞെട്ടി. അവളുടേതുപോലെ ബ്രൗൺ കളർ കണ്ണുകളായിരുന്നില്ല അവൻ ഇത്തവണ. ആരോ വെച്ച് പിടിച്ച നീല മുത്തുകൾ പോലെയുള്ള കണ്ണുകൾ. അവക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. കരഞ്ഞുകൊണ്ട് അവൾ ചുറ്റും നോക്കി മറ്റുള്ളവരായി സഹായത്തിന് വിളിച്ചു. പോലീസും ആംബുലൻസും പെട്ടെന്നെത്തി ആരവിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവന്റെ ശരീരം എക്സാമിൻ ചെയ്ത ഡോക്ടർ പറഞ്ഞത് കേട്ട് ചുറ്റും നിന്ന് എല്ലാവരും തരിച്ചുപോയി. ആരവെന്നോ മരിച്ചതാണ്. അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നീക്കം ചെയ്ത് പകരം അതിനുള്ളിൽ പഞ്ഞി വെച്ച് നിറച്ചിരിക്കുന്നു. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട്. അവന്റെ കണ്ണുകൾ പോലും മാറ്റി അതിനു പകരം നീല ലെൻസ് ആയിരുന്നു വെച്ചിരുന്നത്. ശരീരം അഴുകാതിരിക്കാൻ എന്തൊക്കെയോ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു പപ്പറ്റ് മാസ്റ്ററിന്റെ ലോകമറിഞ്ഞ ആദ്യത്തെ കേസ്. ഇതിനുശേഷം അടുത്ത 2 വർഷങ്ങളിലായിട്ട് 6ഓളം കുട്ടികളെ ഇയാൾ ഇതുപോലെ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് പാവകളാക്കി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതിനു ശേഷമാണ് പ്രിയ വരുന്നത്. അവൾ അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ദിവസവും കസ്റ്റമർ സർവീസ് എന്ന പേരിൽ വിയേർഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അവൾക്ക് സംസാരിക്കേണ്ടി വരുമായിരുന്നു. നല്ലൊരു ശതമാനവും പുരുഷന്മാരായിരിക്കും. അവരവളോട് മോശമായ രീതിയിൽ സംസാരിക്കും. ചിലർ ഫ്ലേർട്ട് ചെയ്യും. പ്രിയ പറയുന്നത് അയാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു എന്ന. അയാൾക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു. നരച്ച നീളമുള്ള തലമുടി, റെക്ടാങ്കിൾ ഷേപ്ഡ് കണ്ണട, മുംബൈയിലെ ചൂടിനെ പോലും അവഗണിക്കുന്ന തരത്തിലുള്ള സൂട്ട്. മാത്രമല്ല
ഒരു 4x4 ലക്ഷറിയസ് ജീപ്പും അയാൾക്കുണ്ടായിരുന്നു. ആ ജീപ്പിൽ നിന്നിറങ്ങി അയാൾ നേരെ പ്രിയയുടെ അടുത്തേക്ക് വന്നു. സാധാരണ കടയിൽ വരുന്ന ആൾക്കാരോട് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് എന്താ ആവശ്യം, ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരണ്ടേ, എന്ത് സഹായമാണ് വേണ്ടേ എന്നൊക്കെ അവൾ അയാളോടായി ചോദിച്ചു. പക്ഷെ അയാള് അതിനൊന്നും മറുപടി പറയാതെ അവളോട് മറ്റൊരു കാര്യമാണ് ചോദിച്ചത്. നിനക്കൊരു മാജിക് ട്രിക്ക് കാണണോ? ഞാനത് നിനക്ക് കാണിച്ചു തരാം. പ്രിയ അത് വളരെ മാന്യമായിട്ട് തന്നെ നിരസിച്ചു. താനിപ്പം നല്ല തിരക്കിലാണെന്നും പിന്നീട് ഒരിക്കലാകാമെന്നും പറഞ്ഞു. പക്ഷെ അയാൾ അയാളുടെ പോക്കറ്റിൽ നിന്നും കാർഡ്സ് എടുത്ത് വളരെ വേഗത്തിൽ അത് ഷഫിൾ ചെയ്യാൻ തുടങ്ങി. എത്ര വേഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്നും കുറെ കാർഡ്സ് തെറിച്ച് താഴേക്ക് വീണു. കുറച്ച് പ്രായമുള്ള മനുഷ്യനല്ലേ, അതിലിനി എടുക്കുമ്പോഴത്തേക്കും അയാൾക്ക് നല്ല ബുദ്ധിമുട്ടാവില്ലേ എന്ന് കരുതി പ്രിയ അത് എടുക്കാൻ അയാളെ സഹായിച്ചു. പക്ഷെ പ്രിയയുടെ ശ്രദ്ധ അയാളുടെ അടുത്തുനിന്ന് മാറിയെന്ന് കണ്ടപ്പോ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സൂചി എടുത്ത് അയാൾ പ്രിയെ കുത്താനായിട്ട് ആഞ്ഞു. ഇത് കണ്ട പ്രിയ എങ്ങനെയാ കുതറി മാറി അയാളെ പിടിച്ചു തള്ളി. ആ വീഴ്ചയിൽ അയാളുടെ കണ്ണാടി പൊട്ടിയൊരു ഭാഗം കണ്ണിലേക്ക് തന്നെ വന്ന് കയറുന്നത് പ്രിയ കണ്ടു. പ്രിയ അലേർട്ട് സ്വിച്ച് ഞെക്കുന്നത് കണ്ട അയാള് എത്രയും പെട്ടെന്ന് വണ്ടിയും കൊണ്ട് അവിടുന്ന് പോയി. പിന്നീട് ഒരിക്കലും പ്രിയ അയാളെ കണ്ടിട്ടില്ല. പിന്നീട് അവിടെ ഉള്ളവർ പറയാൻ തുടങ്ങി പ്രിയയുടെ മുന്നിൽ അന്ന് വന്നത് പപ്പറ്റ് മാസ്റ്റർ ആയിരിക്കാമെന്ന്. അയാള് അവളെയും തട്ടിക്കൊണ്ടുപോയി തന്റെ പാവകളിൽ ഒന്നാക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന്. ശരിക്കും ഇതൊക്കെയാണോ സംഭവിച്ചത്? പപ്പറ്റ് മാസ്റ്റർ എന്ന പേര് പോലും എവിടുന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല. ആരവിനെ തട്ടിക്കൊണ്ടുപോയ ആദ്യ നാളുകളിൽ തന്നെ അവനെ ഒരു പാവയാക്കാനല്ല അയാൾ ശ്രമിച്ചത്. മറിച്ച് അവന്റെ കാഴ്ച ഇല്ലാതാക്കി അവനെ തെരുവിലേക്ക് ഇറക്കി വിട്ടു. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കിടയിലേക്ക് കാഴ്ചയില്ലാത്ത ഒരു 10 വയസ്സുകാരൻ ഭിക്ഷയാചിച്ചുകൊണ്ട്. അതിനുശേഷം അവന്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ആവശ്യക്കാർക്ക് അയാൾ വിറ്റു. ശേഷം അവന്റെ ശരീരത്തിനുള്ളിൽ പഞ്ഞി നിറച്ച് അവനെ ഒരു ബൊമ്മയാക്കി മാറ്റി, തിരികെ അവന്റെ അമ്മയ്ക്ക് തന്നെ സമ്മാനിക്കാൻ. ഇപ്പോഴും കുട്ടികളെ കാണാതാവുന്നുണ്ട്. കുറെ പേരെയൊക്കെ കണ്ടുകിട്ടും. മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്.